ബാബട്ടാ, നമ്മളിപ്പോ കസ്റ്റമർ അടുത്ത് ചെന്നിട്ട് നമ്മളത് ഫാക്ടറി മെയ്ഡാണ്, ഫാക്ടറി ഫിനിഷിംഗിലാണൊക്കെ വരിക എന്ന് പറയുമ്പോ ഇപ്പൊ കൊറേയൊക്കെ മാറി വരുന്നുണ്ട്. ചില കസ്റ്റമർ പറയും, അല്ല നിങ്ങൾ സൈറ്റിലിട്ട് ചെയ്താൽ മതി, നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന രണ്ടു കൂടി സൈറ്റിലിട്ടാ ചെയ്തിരുന്നത്, പിന്നെ എന്തിനാ ഫാക്ടറി ഒക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് അതിന്റെ ഫിനിഷിങ്ങും ആ ടൈമും അതിന്റെ ഡ്യൂറബിലിറ്റി ഒക്കെ പറയുമ്പോഴും ചില കസ്റ്റമർ അത് മനസ്സിലാക്കും, പക്ഷെ ചില കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്നില്ല. ശരിക്കും അറിയാം. എന്നാലും ഇതിന്റെ പിന്നെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമുക്ക് 2 mm തിക്നെസ് വരെയുള്ള എഡ്ജ് ബാൻഡ് പ്രൂഫ് ഫീഡ് മെഷീനിൽ ചെയ്യാം. പിന്നെ അതിനപ്പുറമായിട്ട് പിന്നെ നമുക്ക് പ്രസ്സിംഗ് മെഷീനിൽ 2 സൈഡും പ്രസ് ചെയ്യാം. പിന്നെ പശകള് ശരിക്കും ഒട്ടും, പിന്നെ പൊളിഞ്ഞു പോരാൻ സാധ്യത കുറവാണ്. അതായത് നമ്മൾ ഈ പ്രസ്സിംഗിലുള്ള അതിന്റെ ബോണ്ടിങ് കൂടും. പിന്നെ അത് മാത്രല്ല, പാനൽ സോല് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കോറിംഗ് ബ്ലേഡ് ഇട്ടാണ് കട്ട് ചെയ്യുക. അപ്പൊ ചിപ്പിംഗ് ഉണ്ടാവില്ല, ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കസ്റ്റമറിന് ഫാക്ടറി മെയ്ഡ് ചെയ്യലാണ് എന്തുകൊണ്ട് ഏറ്റവും ബെനിഫിറ്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പൊ കുറെ ആളുകൾ അതൊക്കെ മാറി ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോഴും ഈ ഫാക്ടറി മെയ്ഡ് ഫിനിഷിംഗ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവില്ല. അതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ ബാബട്ടൻ പറഞ്ഞ പോലെ 20-23 എത്ര വർഷമായി ബാബട്ടങ്ങൾ ഈ ഫീൽഡില്? 22 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. നമ്മളെ പെരിന്തൽമണ്ണുള്ള ആളാണ്, നമ്മൾ കൊളാബ് ചെയ്യുന്ന ആളാണ്. അപ്പോ ഈ ഫാക്ടറി ഫിനിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 mm എഡ്ജ് ബാൻഡ് ഉണ്ടായാലേ നമ്മുടെ ഡോർ ഫിനിഷിംഗ് വരുള്ളൂ. അതെ, കോർണറൊക്കെ കയ്യിൽ തട്ടുമ്പോഴൊക്കെ അതിന്റെ സ്മൂത്തൻസ് അവിടെ ഉണ്ടാവും. മറ്റേ റൗണ്ടിങ് കിട്ടും. മറ്റേ ലാമിനേഷൻ എപ്പോഴും ഷാർപ്പായിട്ട് വരും. അപ്പൊ അത് കസ്റ്റമറിന് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതുപോലെ ഈ ബബിൾസ് ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഫാക്ടറി മെയ്ഡ് എന്നുള്ള സംഗതിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ.